നമസ്കാരം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ പാർലെ ചോക്ലേറ്റുകളാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. മോദിയിൽ നിന്ന് മിഠായി വാങ്ങുന്ന വീഡിയോ മെലാനി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് അതും വൈറലായി. 15 കോടിയോളം പേർ ആ വീഡിയോ കണ്ടു. മെലാനിയുടെ അക്കൗണ്ടിൽ ഏറ്റവും അധികം പേർ കണ്ട വീഡിയോ കൂടിയ ഇത് മാറി. ഇറ്റലിയുമായി സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ എത്താനും മോദിയുടെ ഈ യാത്ര വഴി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മോദിയുടെ സന്ദർശനത്തിന്റെ സാമ്പത്തിക വശം കൂടി ചർച്ചയാവുകയാണ്. മോദിയുടെ വിദേശ യാത്ര ഇന്ത്യയിൽ എത്തിച്ചത് 3.5 ലക്ഷം കോടി എന്നാണ് കണക്ക്. UAE, സ്വീഡൻ, നെതർലൻഡ്സ്, ഇറ്റലി, നോർവേ എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിച്ചത്. മോദിയുമായി 50-ലധികം രാജ്യാന്തര കമ്പനികളുടെ മേധാവികൾ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഈ നിക്ഷേപം ഇന്ത്യയിലെത്താൻ വഴി തെളിഞ്ഞത്. ഈ കമ്പനികൾക്ക് തന്നെ ഇന്ത്യയിൽ 18 ലക്ഷം കോടിയോളം നിക്ഷേപമുണ്ട്. അതുകൂടാതെയാണ് ഈ കോടികൾ കൂടി പിന്നെയും എത്തുന്നത്. ഈ കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം $2.7 ട്രില്യൺ 3 ട്രില്യൺ ഇടയിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. UAE മാത്രം 45,000 കോടി രൂപ ഇന്ത്യയിൽ നിക്ഷേപിക്കും. പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ ഇന്ത്യയും UAEയും 7 കരാറുകളിൽ ഒപ്പുവെച്ചു. അതിൽ തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തം, ഊർജ സഹകരണ കരാറുകൾ, ഗുജറാത്തിലെ വാടിനാറിൽ ഒരു സമുദ്ര പദ്ധതി എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ചയും വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര ആവശ്യകതയും പ്രയോജനപ്പെടുത്തുന്നതിനായി നിരവധി കമ്പനികൾ ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ വികസിപ്പിക്കാൻ പദ്ധതിയിടുകയാണ്. UAEയിൽ നിന്നും ക്രൂഡ് ഓയിലും LPGയും ഉറപ്പിക്കാനും മോദിയുടെ യാത്ര വഴി കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ്, സെമി കണ്ടക്ടർ, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലാണ് പുതിയ നിക്ഷേപങ്ങൾ. ഡെൻമാർക്ക്, സ്വീഡൻ, ഐസ്ലൻഡ്, ഫിൻലൻഡ്, നോർവേ തുടങ്ങിയ നോർഡിക് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 200% വർധനവും ഉണ്ടായിട്ടുണ്ട്.